ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം ബറോസ് ഇന്ന് തിയേറ്ററുകളിലെത്തി 3Dയിലാണ് ചിത്രം ഒരുങ്ങിയത്. ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ പ്രിവ്യൂ നടന്നിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് ഇത് ചരിത്ര നേട്ടമെന്ന് നടൻ മണിക്കുട്ടൻ പ്രതികരിച്ചു. സിനിമ കണ്ട ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കിരൺ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരുന്നുണ്ട്. യെസ്, ആദ്യം ശാലിനിയിലേക്ക് പോയാൽ, ശാലിനി, മോഹൻലാലിൻ്റെ ചിത്രം അല്ലെങ്കിൽ മോഹൻലാൽ തിരിശ്ശീലയിൽ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ മലയാളിക്ക് ഒരു സ്വകാര്യ ഒരു അഹങ്കാരമാണ്. യെസ്, അതിനു മുമ്പ് മണിക്കുട്ടൻ്റെ ആ ഒരു പ്രതികരണം കാണാൻ ശേഷം നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പി ക്രിസ്മസ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എൻ്റെ ലാൽ സാറ്, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതൊരു ആഘോഷമാക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എന്തായാലും എല്ലാവരും കാണുക. സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇറങ്ങിയിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും ഇതൊരു ആഘോഷമാണ്. യെസ്, മണിക്കുട്ടൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ്. മോഹൻലാലിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് എല്ലാവരും ഒരേപോലെ ആഘോഷമാക്കി മാറ്റുകയാണ്. മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ വലിയ ആഘോഷമാണ്, ആവേശമാണ്. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ഒരു പ്രത്യേകതരം ചലച്ചിത്രമാണ് എന്നാണ് എൻ്റെ അണിയർ പ്രവർത്തകരും മോഹൻലാലും ഒക്കെ പലതവണയായി പങ്കുവച്ചത്. ശാലിനിയുണ്ട് തിരുവനന്തപുരത്തൊപ്പം, കോഴിക്കോട് നിന്ന് ദിസ്നയുണ്ട്, കൊച്ചിയിൽ നിന്ന് കിരൺ എന്നിവർ ചേർന്നു. ആദ്യം ശാലിനി, ആദ്യത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ മലയാളിക്ക് അതൊരു ആഘോഷമാണ് എപ്പോഴും. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രം, 47 വർഷത്തെ സിനിമാ പാരമ്പര്യത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു ചിത്രം പുറത്തേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. എങ്ങനെയുണ്ട് തിയേറ്ററിന് മുമ്പിലുള്ള ഇവരുടെയൊക്കെ ഫാൻസിൻ്റെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ചെറിയ ആരാധകർ മുതൽ പ്രായമായ ആളുകൾ വരെ ബറോസിന്റെ ആ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അതിൽ പല തവണ തീയതികൾ മാറ്റിവെച്ചു. പിന്നീട് റിലീസ് തീയതി പ്രഖ്യാപനം. മോഹൻലാൽ എന്ന അതുല്യ നടന്റെ മലയാളത്തിലെ പ്രതിഭയുടെ മറ്റൊരു ചുവടുവെപ്പ്. സംവിധാനം, അഭിനയം, ഗാനാലാപനം, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ മികവ് തെളിയിക്കുന്ന ഒരു ചരിത്ര ദിവസമാണ് ഇന്ന് എന്നുള്ളത് നമ്മുടെ ഫാൻസാണ്. വലിയ ക്രിസ്മസ് ലാലേട്ടൻ കൊണ്ടുപോയി. സൂപ്പറായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള പടമാണ്. ക്രിസ്മസ് ലാലേട്ടൻ കൊണ്ടുപോയി. യെസ്, ശാലിനി, ഭയങ്കര ആഘോഷമാണ്. ആ ആഘോഷത്തിനിടയിൽ ശാലിനിയുടെ വാക്കുകൾ അങ്ങനെ കൃത്യമായി എത്തുന്നിരുന്നാൽ പോലും ആ ലഭിച്ച വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ ആവേശത്തിലാണ് ആളുകൾ. ഒരു മോഹൻലാൽ ചലച്ചിത്രം ഇറങ്ങുമ്പോൾ ആദ്യ ദിവസം കാണുന്ന തിയേറ്ററിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് യുവാക്കൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർക്കാണ്. എന്നാൽ ഇന്ന് കൊച്ചുകുട്ടികളുടെ ഒരു തിരക്ക്, കുട്ടികൾ 10ാം ക്ലാസ്സും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു തിരക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നു.